വാസന്തി, ക്ഷമിക്കണം സാർ. കടന്നു വരൂ. ഞാൻ പോയേക്കാം സാർ. കമാൺ, ബി സീറ്റഡ്. ലേഖ, മനസ്സിലായില്ലേ? അറിയാം സാർ. ഇത് വാസന്തി. എന്റെ എല്ലാ ചിത്രങ്ങളിലും എന്തെങ്കിലും ഒരു വേഷം കാണും. ഇരിക്കൂ. ഇരിക്കുന്നില്ല സാർ, എനിക്കൊരു പെഗ് വേണമായിരുന്നു. സാറിന്റെ മുറി കാണുമെന്ന് എനിക്കറിയാം. എടുത്ത് കഴിച്ചോളൂ. ഊണിന് മുമ്പ് ഒരു പെഗ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. അതുകൊണ്ട് സാർ. വാസന്തി ഒരു കന്യാസ്ത്രീയുടെ വേഷമായി ഈ പടത്തിൽ ചെയ്യുന്നത്. ഞാൻ പോകുന്നു സാർ. മതിയോ? മതി സാർ. ലേഖ, ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി ഒന്ന് വായിക്കും. ഇതാകെ വായിച്ചു കഴിയുമ്പോഴേക്കും ലേഖയ്ക്ക് ഒരു പുനർജന്മം കിട്ടും എന്ന് എനിക്കറിയാം. ലീനയായിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഉറക്കം നിന്ന് വായിക്കണ്ട, നാളെ വർക്കുള്ളതാ. പ്ലീസ്. എന്താ? ഞാൻ കൃഷ്ണദാസ്. ഈ പടത്തിൽ എനിക്കൊരു വേഷമുണ്ട്. ഗുഡ്. ഞാൻ മുറിയിലേക്ക് വെക്കുള്ളൂ. ലേഖ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക്സ്. ലേഖയുടെ അഭിനയം എനിക്ക് ഇഷ്ടമാണ്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇത് എവിടെയായിരുന്നു ശാന്തമേ? എത്ര നേരമായി ഇതെല്ലാം വെച്ചോണ്ട് കാത്തിരിക്കുന്നത്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എങ്കിൽ പിന്നെ കഴിച്ചു തുടങ്ങിയേക്കാമെന്ന് വെച്ചു. അമ്മാവൻ അല്പം വെള്ളം കുടിക്കും. சாப்பாடு எடுத்து வைக்கட்டுமா? செல்வி சாப்பிட்டு படுத்துக்கோ, நான் அப்புறம் சாப்பிடுறேன். പോവുകയാണല്ലേ? അതെ, വരട്ടെ. ഞാൻ നാളെ മദ്രാസിലെത്തും. ഒരു ദിവസം ലേഖയുടെ വീട്ടിൽ വരാം. നടക്കട്ടെ? മദ്രാസിൽ വന്നിട്ട് കാണാം. ശരി, കാണാം. ശരി. വണ്ടി വരും. ഈ പടം ഒന്ന് റിലീസായി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം ആരാ? നമ്മുടെ ശാന്തമ്മ. ലേഖ എന്ന് പറയടാ. അവന്റെ ഒരു കാന്തമ്മ. അത് തന്നെ ലേഖ. പക്ഷെ അതൊന്നും അവളുടെ കഴിവല്ല. പിന്നെ ആരുടെ കഴിവാ? ഡയറക്ടർ സുരേഷ് ബാബുവിന്റെ കഴിവാണ്. എന്താ ചേച്ചി, പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്യുന്നൊന്ന് കാണേണ്ട കാഴ്ചയാ. ഈ ഇരിക്കുന്ന നമ്മുടെ അമ്മയില്ലേ, പുള്ളിക്കാരന്റെ കയ്യിലോട്ട് കൊടുത്താൽ ഒറ്റ ആഴ്ചക്കുള്ളിൽ ഒന്നാം തരം ഒരു നടിയാക്കി തിരിച്ചു തരും. അപാര കഴിവ്. എന്നാ പിന്നെ നീ എന്നെ കൂടെ കൊണ്ടുപോടാ ദുഷ്ട. കണ്ടോ വയസ്സായിട്ട് താരമാകാനുള്ള ഒരു കൊതി. ഈ പടം ഒന്ന് പുറത്ത് വന്നോട്ടെ. അവളുടെ തുക ഞാൻ 50,000 ആക്കും. അവിടെ നിന്ന് മേലോട്ട് പോയാൽ മതി, താഴോട്ട് വരരുത്. ഓരോ പടത്തിലും ഞാൻ തുക കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ മദ്രാസിൽ ഞാനൊരു വീട് വയ്ക്കും. കൊട്ടാരം പോലൊരു വീട് വയ്ക്കണം. ஹலோ. வந்திருக்கு. பாம்பேல இருந்து ஒரு நல்ல பார்ட்டி, ஹிந்தி படம் எடுக்கிறவங்க. பழக்கப்படுத்திட்டா உனக்கு பிரயோஜனப்படும். லேகாவை கூப்பிடு, நான் பேசுறேன். മോളെ രാമയ്യനാ ഫോണിൽ. ഹലോ. മേലാൽ രാമയ്യൻ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വിളിക്കരുത്. ഇതിവിടെ അവസാനിച്ചിരിക്കുന്നു. And the award for the best actress of the year goes to Kumari Lekha for her performance in the Malayalam film Oru Veshiyode Katha.
Congratulations. Thank you. How are you? Fine. How are you? അമ്മേ, ഇതാണ് മിസ്റ്റർ കൃഷ്ണദാസ്. ആഹാ, മനസ്സിലായി. You know what she is. ഇതെല്ലാം കൂടെ എങ്ങനെ ഭയങ്കര പ്രോബ്ലം ആയിട്ട് വാങ്ങി. ഹലോ നളിനി, ഹായ്. Thank you. ഇറങ്ങുന്നില്ലേ? നേരം വളരെ ഇരുട്ടി, ഇനി ഒരിക്കല. ലേഖേ, ഐ ഫീൽ വണ്ടർഫുൾ. ഒരിക്കലും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാം. പോകാം. എവിടെ? എവിടെയും. അമ്മയോട് ചോദിക്കണ്ടേ? ചോദിക്കണോ? ചോദിച്ചിട്ട് വരാം. No, 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 ഇപ്പൊ വേണ്ട. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇനി ഒരിക്കലാകാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ നീ വിളിക്കും. ശരി. 25,000 ரூபாய். இதுக்கு மேல நான் எந்த ஹீரோயினுக்கு கொடுத்ததில்ல. അതൊക്കെ പണ്ടായിരുന്നു ചെട്ടിയാർ സാറേ. 50,000 കുറഞ്ഞ് ഞങ്ങളിപ്പോ വാങ്ങുന്നില്ല. 50,000 ரொம்ப ஜாஸ்தியா நாம போலாம். கருங்க சார். சரிமா 30. 50 കുറയില്ല. വെറുതെ അതും പറയണ്ട. போகலாம் சார். உட்காருங்க சார். 40. ചെട്ടിയാർ സാറിന്റെ കളിയാക്കാണോ? അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞത് മുതൽ തെലുങ്കാരും ഹിന്ദിക്കാരും ഇവിടെ വട്ടവട്ടം നടക്കുകയാണ്. നിങ്ങൾക്ക് കോഷിട്ട് വേണമെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് പോ. ഇന്നെന്താ ലേറ്റായോ? ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഷൂട്ടിംഗ് 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തു. ഉറങ്ങിക്കാണുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. വിശേഷിച്ച കാര്യമൊന്നുമില്ല. ദിവസവും ആ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ എന്തോ പോലെയാ. ആ അതിരിക്കട്ടെ, കഥ ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കഥാപാത്രത്തിന് പറ്റിയ നടിയെ തേടുകയായിരുന്നു ഞാൻ. അപ്പൊ നിന്നെ കിട്ടി. ഇപ്പോ നിനക്ക് പറ്റിയ കഥാപാത്രത്തെ തേടുകയാണ് ഞാൻ. കഥ എന്തായാലും കൊള്ളാം. ഇപ്രാവശ്യത്തെ ലൊക്കേഷൻ വളരെ അകലെ എവിടെയെങ്കിലും ആയിരിക്കണം. കാശ്മീർ മതി കേട്ടോ, നല്ല രസമായിരിക്കും. ആദ്യം കഥ കണ്ടുപിടിക്കട്ടെ, ലൊക്കേഷൻ പിന്നീട് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും എക്സോട്ടിക് പ്ലേസസിലേ പോകാറുള്ളൂ എന്ന് നിനക്കറിയില്ലേ? എവിടെയായാലും ഒന്ന് വേഗം വേണം. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ കൊതിയായി. ഇപ്പോഴോ? ഞാൻ റെഡി. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരോ വന്നിരിക്കുന്നു. ആരാന്ന് ചോദിച്ചില്ലേ? കണ്ടിട്ടൊരു പ്രൊഡ്യൂസറാണെന്നാ തോന്നുന്നത്. ഇത്തിരി ആരും അവിടെ ഇരിക്കട്ടെ. കൃഷ്ണദാസ് ആയിരുന്നോ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ വിശേഷമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കാണാന്ന് കരുതി ഇറങ്ങിയതാ. മോൾക്ക് 7:30 കോൾ-ഷീറ്റ്. അവൾ രാവിലെ പോയി. ഗോമതി അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. പടങ്ങളൊക്കെ ഉണ്ടോ? 2-3 ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാനുള്ള പണം കിട്ടുന്നുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് പണത്തിന് വേണ്ടിയൊന്നുമല്ല. 1 വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങാനാണ് പരിപാടി. അതിനുമുമ്പ് ഫീൽഡുമായിട്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. പ്രൊഡക്ഷൻ തുടങ്ങാൻ ആരെങ്കിലും സഹായിക്കുമോ? അതോ ആരുടെയും സഹായമൊന്നും വേണ്ട. അതിനൊക്കെയുള്ളതൊക്കെ എന്റെ വീട്ടിലുണ്ട്. 1-2 ബസ് സർവീസും കുറെ റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്. അത് പറ, അപ്പൊ പിന്നെ പടം പിടിക്കാം. ജ്യൂസ് എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. കുടിക്കൂ. എന്താ, മധുരം പോരെ? മധുരമൊക്കെ ഉണ്ട്.
ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. വെറുതെ വരില്ലെന്ന കാര്യം തീർച്ച. കുറെ നാളുകളായി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ലേഖയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അവളുടെ കല്യാണക്കാര്യം ആലോചനയിൽ പോലും വന്നിട്ടില്ല. ഉടനെ വേണമെന്നല്ല, തീരുമാനം എന്ന് പറഞ്ഞാൽ മതി. അവൾക്കിപ്പോ ധാരാളം പടങ്ങളുള്ള സമയമാണ്. കല്യാണം നിശ്ചയിച്ചെന്ന് പത്രത്തിലൊക്കെ വന്നാൽ പടങ്ങൾ കുറയും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ വേണ്ട. കല്യാണം കഴിക്കാതെ നിന്നാൽ എല്ലാവരുടെയും സ്വന്തമാണെന്ന് തോന്നിക്കൊള്ളും. അല്ല, ഞാൻ ഈ വിവരം പുറത്താരോടും പറയത്തൊന്നുമില്ല. വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. അത് പിന്നെ കാറ് വന്നു. എനിക്കൊന്ന് വെളിയിൽ പോണം. ഇത് നമുക്ക് പിന്നീട് ഒരിക്കൽ ആലോചിക്കാം.